ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 298. നമ്മൾ 60ാമത്തെ ഉപനിഷത്താണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 60ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്വേതാശ്വതര ഉപനിഷത്താണ്. ഇത് അധ്യായം 3 ഇന്ന് നോക്കുന്നത് 6 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെയും പരമേശ്വരനെ രുദ്രനെ അതെല്ലാം തന്നെ ബ്രഹ്മമായി കണ്ടുകൊണ്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായത്. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കേസാണ് ഈ പ്രപഞ്ചം എവിടെ നിന്നാണ്, നമ്മളല്ലേ എവിടെ നിന്നാണ് വന്നത്. ഇപ്പം ശാസ്ത്രലോകം അന്വേഷിച്ച് എന്താണെന്ന് വെച്ചാൽ ഓരോ വസ്തു എടുത്ത് പൊളിച്ച് നോക്കി എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവസാനം അവർ എത്തിച്ചേർന്നത് ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണുകളും കൊണ്ടാണ്. അതെന്തിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജിയിൽ നിന്നാണ്. എനർജിയാണ് ദ്രവ്യമായി മാറിയത്, കണങ്ങളായി മാറിയത്. എന്നിട്ട് അതിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചമുണ്ടായി. അപ്പോൾ ഈ എനർജി, ദ്രവ്യം അത് ഏതിൽ നിന്നുണ്ടായി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ സൂക്ഷ്മമായി പോകുമ്പോൾ പിന്നെ എന്തില്ല, അതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റാതെ, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മർപ്പിച്ച് നോക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള രൂപവും ഭാവവും ഒന്നുമില്ലാതെ, ഒരു ഗുണമില്ലാതെ ഒരു വസ്തുവിൽ നിന്നാണ്, ഒരു സംഗതിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായി എന്ന് മനസ്സിലായി. ആർക്ക്? ഋഷികൾക്ക്. പക്ഷേ ശാസ്ത്രലോകത്തിന് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല, ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക്. കാരണം അവർക്ക് എന്തോ രൂപവും ഭാവവും ഉണ്ടെങ്കിലും ഗുണമെല്ലാം സയൻസിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സയൻസിന് എന്തോ ഗുണമുണ്ടാകണം, അതിനെ ഏതെങ്കിലും ഉപകരണം വെച്ച് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാധനമാകുമ്പോൾ അവരത് കൈയൊഴിഞ്ഞു. പക്ഷേ ഋഷികൾ അതിന് ബ്രഹ്മം, പരബ്രഹ്മ, പരമേശ്വരൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു, പേര് കൊടുത്തു. അതിനെപ്പറ്റിയുള്ള പരാമർശമാണ് ഇതിൽ. ഇപ്പം 6 കൈലാസവാസൻ, പർവ്വതത്തിൽ വസിക്കുന്നവൻ. അപ്പം ഇതിനെ സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? പ്രത്യക്ഷ രൂപത്തിലേക്ക്. അത് അപ്രത്യക്ഷ രൂപമായാണ് ബ്രഹ്മം. അത് പ്രത്യക്ഷ രൂപത്തിൽ വന്നപ്പോഴാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അങ്ങനെ ആകുമ്പോൾ അത് ആറ്റത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം ആറ്റത്തിലെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം ബ്രഹ്മം തന്നെയാണ് രുദ്രനായി മാറിയത്. ഒരു ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂക്ലിയസ് ആണ് പ്രധാനം. ആ ന്യൂക്ലിയസിനുള്ള ശക്തി വിശേഷമാണ്. അതിനെയാണ് കൈലാസവാസൻ, ശാന്തൻ. അത് ശാന്തമായി നിൽക്കുകയാണ്. അത് സാധാരണ ഒന്നിലും ആക്ട് ചെയ്യില്ല. ന്യൂക്ലിയസ് ഒരു രാസപ്രവർത്തനത്തിലും പങ്കെടുക്കില്ല. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അതിൻ്റെ പുറത്തുള്ള ഓർബിറ്റുകളാണ്. ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളാണ്. അതുകൊണ്ടാണ് ശാന്തനായ ന്യൂക്ലിയസ് എന്നെല്ലാം ശാന്തനായ ഗിരിശാന്തൻ അല്ലെങ്കിൽ കൈലാസനാഥൻ. പർവ്വതം മാതിരിയാണ്. ആറ്റത്തിൽ നടുവിലുള്ള സാധനം വലിയ പർവ്വതം മാതിരിയാണ്, ബാക്കിയെല്ലാം ചെറുതാണ്. അതുകൊണ്ട് അതിനൊരു പർവ്വതമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതാണ് സുഖദായകൻ. അത് നമുക്ക് സുഖമെല്ലാം നൽകുന്നത് ആ ആറ്റങ്ങളാണ്. നമുക്ക് അവസാനം ഈ പ്രപഞ്ചമെല്ലാമായി മാറിയതും നമ്മളെല്ലാം ആയത് ചട്ടിയും മാങ്ങയെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് സുഖദായകനാണ്. ആയ പരമേശ്വരനോട് പറയുകയാണ്. പരമേശ്വരൻ തന്നെയാണ് രുദ്രനായിട്ട് മാറിയത്, ആറ്റമായിട്ട് മാറിയത്. അങ്ങ് ഏതൊരു ബാണമാണോ എറിയുവാനായി കയ്യിൽ എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങ് ഏത് ബാണമാണ് എറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ എടുത്തിരിക്കുന്നത്? ഇവിടെ ആ ബാണം എന്നത് ആറ്റത്തിൽ നിന്ന് 3 തരം ഊർജമാണ് പ്രധാനമായി കിട്ടുന്നത്. ഇലക്ട്രോണിൻ്റെ എനർജി, ഓർബിറ്റൽ എനർജി. അതാണ് നമ്മൾ സാധാരണ കത്തുമ്പോഴും വൈദ്യുതിയിലും എല്ലാം ഉപയോഗിക്കുന്നത്.
പിന്നെ നടുവിൽ ന്യൂക്ലിയസിൽ ഒരു എനർജി ഉണ്ട്. അതാണ് ആറ്റം ബോംബ് എന്നെല്ലാം പറയുന്ന സാധനം, ആറ്റോമിക് എനർജി. അത് ഭയങ്കരമാണ്. അതാണ് ശിവന്റെ തൃക്കണ്ണായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്ന കഥയിൽ. അപ്പോൾ ആ ബാണത്തെ പറ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങ് എറിയുവാനായി ഏതൊരു ബാണമാണ് കയ്യിൽ എടുത്തിരിക്കുന്നത്, അങ്ങ് ആ ബാണത്തെ മംഗളകാരിയാക്കിയാൽ ആ ബാണത്തെ അങ്ങ് മംഗളകാരിയാക്കണം, നമുക്ക് ഗുണമുള്ള തരത്തിലാക്കണം. നമുക്ക് ഗുണമായിട്ട് ന്യൂക്ലിയർ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള എനർജിയെ തന്നെയാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റി ഏറ്റവും ചിലവ് കുറഞ്ഞ നിലയിൽ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ എനർജി തന്നെയാണ്. ആറ്റോമിക് റിയാക്ടേഴ്സ് എല്ലാം. അത് മംഗളകാരിയാക്കിയാൽ, അതിൻ്റെ ക്രൂരതയെ നശിപ്പിച്ച് അങ്ങ് അതിനെ ശാന്തമാക്കിയാൽ, ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ആ ഊർജം ക്രൂരമാണ്. അതെന്ത് ചെയ്യും? എല്ലാറ്റിനെയും നശിപ്പിച്ച് കളയും. പക്ഷെ അതിനെ ശാന്തമാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യും. പുറത്തേക്ക് ആ ഊർജം പ്രവഹിക്കുന്നതിനെ കൺട്രോൾ ചെയ്തിട്ടാണ് വൈദ്യുതിയായിട്ട് നല്ല ഉപയോഗത്തിന്, ശാന്തമാക്കിയിട്ടാണ് നല്ല ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ അങ്ങനെയങ്ങ് പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവികൾ നിറയപ്പെട്ട ഈ ജഗത്തിനെ നശിപ്പിക്കാതിരുന്നാലും, ജീവികൾ നിറഞ്ഞ ഈ ജഗത്തിനെ അല്ലെങ്കിൽ എന്ത് ചെയ്ത് കളയും? അങ്ങ് നശിപ്പിച്ച് കളയും. ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കാൻ ഏതിന് കഴിവുണ്ട്? ന്യൂക്ലിയർ ബോംബിന് കഴിവുണ്ട്. അത് അങ്ങനെയൊക്കെ പ്രത്യക്ഷമായി വന്നു കഴിഞ്ഞാൽ ഈ ജീവജാലങ്ങളെല്ലാം നശിപ്പിച്ചു കളയും. അതിനാണ് ആറ്റോമിക് ന്യൂക്ലിയർ ബോംബ് എന്നെല്ലാം പറയുന്നത്. അതിനെന്ത് വേണം? ശാന്തമാക്കണം, കൺട്രോൾ ചെയ്യണം. ശാന്തമാക്കിയിട്ട് നമുക്ക് മംഗളം നൽകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും മറ്റും ഉപയോഗിക്കാം. അപ്പം അതിന് രണ്ട് വശമുണ്ട്. അപ്പം പറയുന്ന കാര്യങ്ങൾ എവിടത്തേക്ക് എത്തിയെന്നല്ല ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതിലാണ് പറയുന്നത്? ഉപനിഷത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ബൗദ്ധികമായ നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ലാതെ നമ്മൾ ഈ ധരിക്കുന്ന മാതിരി എന്തെല്ലോ വ്യാഖ്യാനിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലോ ആണ്. ഇനി 7 ഏതൊരു പരമേശ്വരൻ ജീവികളുടെ ഈ ജഗത്തിലും ഹിരണ്യഗർഭത്തിലും ശ്രേഷ്ഠനായിരിക്കുന്നുവോ, അതായത് ഈ പരമേശ്വരൻ ജീവികളുടെ ഉള്ളിലുണ്ട്, ഈ ജഗത്തിലുള്ള എല്ലാ ജീവികളുടെയും ഉള്ളിലുണ്ട്, ജഗത്തിൽ തന്നെയുണ്ട്, എല്ലാം അത് തന്നെയാണ് എല്ലാമായി മാറിയത്. പിന്നെ എന്തുണ്ട്? ആദ്യമുണ്ടായ ഹിരണ്യഗർഭം, തുടക്കത്തിൽ ഉള്ള ഹിരണ്യഗർഭത്തിലും ശ്രേഷ്ഠനായിരിക്കുന്നു. എല്ലാ ജീവികളിലും അതിൻ്റെ ശരീരത്തിനനുസരിച്ച രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്നുവോ, എല്ലാ ജീവികളിലും അതിൻ്റെ ശരീരത്തിനനുസരിച്ച് ഒളിഞ്ഞിരിക്കുന്നുവോ. അതെന്തായി തീർന്നിട്ടുണ്ട്? പ്രമോദായ എന്ന രൂപത്തിലേക്ക് അത് ശരീരത്തിൻ്റെ രൂപത്തിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രമോദായി മാറിയത്. അത് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ട് മാറിയത്. പല രൂപത്തിൽ അത് മാറിയിട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശരീരം തന്നെ അതാണ്, അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്. ആര്? ഈ നിർഗുണമായ ബ്രഹ്മം. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്താണ്? ബ്രഹ്മം തന്നെയാണ് പല രൂപത്തിലായി മാറി വന്നത്. ഈ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും കൂടി വളഞ്ഞിരിക്കുന്നു. ഈ ലോകത്തെ മുഴുവൻ അത് വളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് അളവില്ല, അതങ്ങനെ പോയിരിക്കുകയാണ്. എത്ര അളവെന്നില്ല. അതിൻ്റെ അകത്ത് ഒരു മൂലക്കുള്ള സ്ഥലത്ത് നിന്ന് ഒരു കുറച്ചാണ് എന്തായി മാറിയത്? ഇങ്ങനെ ഒരു പ്രപഞ്ചമായിട്ട് 7 ലോകമുള്ള പ്രപഞ്ചമായി മാറിയത്. അപ്പം ഇത് പ്രപഞ്ചം. ഇതിൻ്റെ മുകളിൽ പുറത്തുള്ളതും എല്ലാം ബ്രഹ്മം തന്നെയാണ്. അതിലൊരു ചെറിയ അംശമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ
നമ്മളെ കയ്യിൽ ഇവിടെ മാത്രം ഒരു കുരു ഉണ്ടായാൽ ഏതുപോലെയോ അതുപോലെ അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കണം. അതിൻ്റെ നടുവിലൊരു ചെറിയ അംശമാണ്, ഇവിടെയെല്ലാം ബ്രഹ്മമുണ്ട്, ഇത് മാത്രമാണ് ഒരു ചെറിയ. അപ്പം ഇതിനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ അത് ഈ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും കൂടി വളഞ്ഞിരിക്കുന്നു. ഏതുവിധം സർവവ്യാപിയും മഹത്വവുമായിരിക്കുന്നു. അത് എല്ലായിടവും ഉണ്ട്. ഏറ്റവും മഹത്വരമായിട്ടത് അത് തന്നെയാണ്. അങ്ങനെയുള്ള ഏകമാത്രമായ പരമേശ്വരനെ, അതെന്താണ്? ഏകനാണ്. ആ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് 33 ഈശ്വരന്മാരെന്നും പറഞ്ഞുകൊണ്ട് എന്ത് മണ്ടത്തരങ്ങളെല്ലാം നമ്മൾ വിശ്വസിച്ച് നടക്കുന്നവരെ ആലോചിച്ച് നോക്കിയത്. സയൻസിലൂടെ ഉള്ള ഒരു ചെറിയ കാര്യം ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു സംഗതി ഉണ്ട്, അത്രയേ ഉള്ളൂ അതിനർത്ഥം. അതാണ് ബ്രഹ്മം. അതിന് രൂപവും ഭാവവും ഇല്ലാതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കേണ്ടിക്ക് എന്താ രൂപം വേണം, അല്ലെങ്കിൽ രുചി വേണം, നക്കി നോക്കിയിട്ട്, ഇല്ലെങ്കിൽ എന്താ ഒരു ശബ്ദരൂപത്തിൽ വരണം, ഒന്നുമില്ല ഇതിന്. അതാണ് ഇലക്ട്രോണായി, പ്രോട്ടോണായി, പിന്നെ ആറ്റമായി, തന്മാത്രകളായി ഇങ്ങനെ കൂടിച്ചേർന്ന് പ്രമോദുവല്ലായി. ഇതെല്ലാം സയൻസാണ്. അതിൻ്റെ മുമ്പിലുള്ള ബ്രഹ്മവും സയൻസ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുള്ള അതിന് രൂപവും ഭാവവും ഒന്നും ഇല്ലാതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഹെൽപ്ലെസ് ആണ് അതിനെ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് അതിനെ വിട്ടു, അത്രയേ ഉള്ളൂ. അതെന്താണ്? ഏകനാണ്. അത് നമ്മൾ അള്ളാണ്, യഹോവയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് തമ്മിൽ തന്നെ നടക്കുക. അള്ളക്കും യഹോവക്കും എന്നെല്ലാം പറയുമ്പോൾ എല്ലാം സംഗതി എന്ത് തന്നെയാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. ഒരു പേര് ഓരോ നാട്ടുകാർ ഓരോ പേര് കൊടുത്തു. അള്ളാന്ന് കൊടുത്തു, യഹോവാന്ന് കൊടുത്തു, ഇവിടെ വേദത്തിൽ ബ്രഹ്മം എന്ന് കൊടുത്തു, പല പേര് കൊടുത്തു. അത്രയും വ്യത്യാസമുള്ളൂ. എല്ലാം സംഗതി ഒന്ന് തന്നെ. അതൊരു സയൻസ് പദവുമാണ്. അല്ലാതെ അത് വേറെ അതിന് ദിവ്യത്വമൊന്നുമില്ല, അതിന് ഒരു ഗുണവുമില്ല. അത് ആരുടെ കാര്യത്തിലും തലയിടാൻ പോകുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞ്. പക്ഷെ നമ്മളെ യഹോവയെ എന്നെല്ലാം പറയുമ്പോൾ, അള്ളാന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം പല കാര്യത്തിലും ഇടപെട്ടിട്ട് തലയിട്ടിട്ട് അതിനെ കുറേ അനുയായികളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതിന് രൂപമില്ല, ഗുണമില്ല, ഭാവം ഒന്നുമില്ലാതെ ഒരു സയൻസ് പദമാണ്. അതിനെയാണ് ആരെല്ലോ വ്യാഖ്യാനിച്ചിട്ട് അതിന് എൻ്റെ ആൾക്കാർ ഇത്, മറ്റേ ആൾക്കാർ മോശമാണ്, അവനെ തല്ലിക്കൊല്ലുന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന് അങ്ങനെ ഒരു പക്ഷവും ഇല്ല. അപ്പം നമ്മൾ അതിനെല്ലാം എന്തെല്ലോ അജ്ഞാനികൾ വ്യാഖ്യാനിച്ച് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അത് ഏകമാത്രമായ പരമേശ്വരനെ അറിഞ്ഞ് അതിനെ മനസ്സിലാക്കിയിട്ട് ജ്ഞാനികൾ അമരത്വത്തെ പ്രാപിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ടിക്ക് തന്നെ നമ്മൾ സ്വയം കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. ഈ നിലയിൽ മനസ്സിലാക്കണം. അവരാണ് ജ്ഞാനികൾ. അല്ലാതെ അള്ളാ യഹോവ എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ആളാണ്, മറ്റേതാണ് എന്നെല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലി നടക്കുകയാണെങ്കിൽ വിവരദോഷികൾ. ഈ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനോ പട്ടിയും പൂച്ചയും എല്ലാം ആയാലും അതാണ് ആ രൂപത്തിൽ, പല രൂപത്തിൽ ആ ശരീരത്തിൽ ഓരോ കർമ്മം ചെയ്യുക, ഓരോ രൂപത്തിലേക്ക് വന്നു. അത് തന്നെ വന്നു. അത് തന്നെയാണ് അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുക, അർത്ഥത്തിൽ മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റില്ല. ആർക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുവോ അവർക്ക് പിന്നെന്തില്ല, അവർക്ക് അമരത്വം പ്രാപിക്കുന്നു. പിന്നീട് അവർ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തമാകുന്നു. അവർക്ക് പിന്നെ ജനന മരണമില്ല. അപ്പം അത്രയും ജ്ഞാനം ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ളവന് പിന്നെ ജനനം. ബാക്കിയുള്ള മനുഷ്യർ ഇങ്ങനെ ജനിച്ച് മരിച്ച് അടിപിടി കൂടി ജാതി മതവും പറഞ്ഞ് തമ്മിൽ തല്ലി അടിപിടി കൂടി ജീവിതം തുലച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെ ജനിച്ച് മരിച്ച് നടക്കും. പക്ഷെ ബ്രഹ്മത്തെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവന് പിന്നെ ജനന മരണമില്ല. അത് അപൂർവം ചിലർക്ക് സാധിക്കുകയുള്ളൂ. ഇനി 8 പറയുന്നു ജ്ഞാനികളായവർ പറയുന്നു, ഇങ്ങനെ ആ ബ്രഹ്മത്തെ
ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയവർ എന്തു പറയും? ഈ ഇവിടെയുള്ള എല്ലാ മഹാത്മാരെക്കാളും മഹാനായ ആ പുരുഷോത്തമനെ ഞാൻ അറിയുന്നു. ഈ ലോകത്തിലെ എല്ലാറ്റിനെക്കാളും ഏറ്റവും മഹത്വമായിട്ടുള്ളത് എന്തോ അതാണ് ആ പരമേശ്വരനെന്ന് ഞാൻ അറിയുന്നു. അതിനെക്കാട്ടി മുകളിൽ വേറൊന്നില്ല. അതിലൂടെ അവിദ്യരൂപമായ അന്ധകാരത്തിനും അതീതമാണ്. നമ്മളെല്ലാം അവിദ്യ എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്തിലെ നമ്മൾ മായയിലകപ്പെട്ടിട്ടുള്ള ജ്ഞാനമാണ്. ശാസ്ത്രലോകം കണ്ടെത്തിയ ജ്ഞാനമാണ്. നമ്മൾ ആ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. അത് അജ്ഞാനമാണ്. പൂർണ്ണമായ ജ്ഞാനം തികഞ്ഞില്ല. പൂർണ്ണമായ ജ്ഞാനം തികഞ്ഞെങ്കിൽ ഏതിൽ നിന്നാണ് ഉണ്ടായത് ആ ബ്രഹ്മത്തെയും കൂടി മനസ്സിലാക്കണം. അപ്പം ആ നമ്മളുള്ള ആധുനിക സയൻസിൻ്റെ പരിധിക്കും അപ്പുറമാണ് അത്. നമ്മളെല്ലാം അജ്ഞാനികളാണ്. നമ്മളെല്ലാം ആധുനിക സയൻസിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വെച്ചിട്ട് പ്രപഞ്ചം ഉണ്ടായി എന്ന് ധരിക്കുന്ന ഇതൊന്നുമല്ല പ്രപഞ്ചം. അതിൻ്റെ പിന്നിലും ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലും തുടക്കം ഏതാണോ അതിനെ മനസ്സിലാക്കാതെ പിന്നെ എന്ത് വിദ്യ പഠിച്ചാലും അത് അല്പജ്ഞാനമാണ്. അത് അജ്ഞാനമാണെന്നേ പറയാൻ പറ്റും. അത് ഭൗതിക ഒരു ഭ്രമത്തിൽപ്പെടുന്ന ഒരു ലോകമാണത് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ശക്തി വിശേഷം നമ്മളെ ചിന്തകൾക്കും അപ്പുറമാണ്. അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് ഇതിൽ നിന്നെല്ലാം അതീതനാണ്. അവൻ സൂര്യന് തുല്യം സ്വയം പ്രകാശിക്കുന്നവനാണ്. സൂര്യൻ പ്രകാശിക്കുന്ന പോലെ അവന് സ്വയം പ്രകാശിക്കാൻ കഴിയും. അദ്ദേഹത്തിന് അറിയുന്നതിനാൽ തന്നെ മനുഷ്യൻ മരണത്തെ മറികടക്കുന്നു. അദ്ദേഹത്തെ ആ നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുവോ അവർ മരണത്തെ മറികടക്കും. അത് മാത്രമാണ് പരമപദത്തെ പ്രാപിക്കുവാനുള്ള ഏകമാർഗം. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ, ആ ബ്രഹ്മത്തെ പ്രാപിക്കുവാനുള്ള മാർഗം ആ തരത്തിൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറ്റി പറയാം. ഈ ലോകത്തിലുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, ആർത്തമുള്ള സ്ത്രീയും ആർത്തമില്ലാത്ത സ്ത്രീയും, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എത്ര നീചജനങ്ങളുണ്ടെങ്കിലും അവരെല്ലാം ബ്രഹ്മമായി കാണാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. അതാണ് ശരിയായ ജ്ഞാനം. ആ ബ്രഹ്മമാണ് ഇവിടെയുള്ള ഏത് ചണ്ടാളനായാലും എന്ന് പറഞ്ഞാൽ പട്ടി, പൂച്ച, കഴുത എന്തായാലും അതിനെല്ലാം ബ്രഹ്മമാണ്. ആരും ആരെയും കാട്ടിയും വലുതല്ല. ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയിലെത്തുന്നതാണ് ആത്മീയത. അതാണ് സനാതനധർമ്മം. നമ്മൾ ധരിക്കുന്ന പോലെ സനാതനധർമ്മം മറ്റവൻ വേറെ എന്തോ ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്ന സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുക, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. അതാണ് സനാതനധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ എന്നത്തും നിലനിൽക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്ന എന്തേ ഉള്ളൂ? ആ ബ്രഹ്മമേ ഉള്ളൂ. ആ ബ്രഹ്മം പിന്നെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കി പൊളിക്കും മാറ്റും, പൊളിക്കും മാറ്റും, പിന്നെയും ഉണ്ടാക്കും മാറ്റും, പിന്നെയും പൊളിക്കും. അത് ശാശ്വതമല്ല. ശാശ്വതമായിട്ടുള്ളത് ആ ബ്രഹ്മം, ആ അർത്ഥമേ ഉള്ളൂ സനാതനം എന്നതിന്, എന്നെന്നും നിലനിൽക്കുന്നത്. അതിൽ കൂടുതൽ അർത്ഥമൊന്നും അതിനില്ല. ആ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതാണ് എല്ലാമായി മാറുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും, അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും, ആർത്തമുള്ള സ്ത്രീ ആർത്തമില്ലാത്ത സ്ത്രീ ആയാലും, വെജിറ്റബിൾ കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റും. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും എല്ലാം ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റും. അതാണ് സനാതനധർമ്മം. അപ്പം സനാതനധർമ്മം പറയുന്നവര് വിഭാഗിക ചിന്തകൾ പാടില്ല, ഒരൊറ്റ ഈശ്വരനെ ഉള്ളൂ. ഇനി 9 ആ പരമേശ്വരനേക്കാൾ ശ്രേഷ്ഠനായിട്ട് പിന്നെ ആരുമില്ല.
അദ്ദേഹം സർവശ്രേഷ്ഠനാണ്, ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. എല്ലാ സൂക്ഷ്മ തത്വങ്ങളെക്കാളും അദ്ദേഹം സൂക്ഷ്മമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൂക്ഷ്മമായ തത്വങ്ങളുണ്ടോ അതിനെക്കാട്ടിയും സൂക്ഷ്മമാണ് അത്. അദ്ദേഹത്തെക്കാൾ സൂക്ഷ്മമായി വേറൊന്നില്ല. അതിനാൽ അദ്ദേഹം ഏറ്റവും ചെറിയ ജീവിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നു. അതാണ് ഏറ്റവും സൂക്ഷ്മമായത്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ ജീവിയുടെ ശരീരത്തിൽ അതിന് കയറിയിട്ട് അതിൻ്റെ അകത്ത് പാർക്കാം. ഏറ്റവും ചെറിയത് ഇലക്ട്രോണും പ്രോട്ടോണും ആണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിലും എന്ത് കാണും? ഇലക്ട്രോണും പ്രോട്ടോണും കാണും. പക്ഷേ അത് ശരിയാണോ? എനർജിയിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജിയിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഇല്ല. അത് എനർജിയാണ്, മറ്റേത് ദ്രവ്യമാണ്. അപ്പോൾ അതിനെക്കാട്ടിയും സൂക്ഷ്മമായ വേറെ എനർജി എന്നതുണ്ട്. അതിനെക്കാട്ടിയും സൂക്ഷ്മമായതാണ് കാണാനും കേൾക്കാനും പറ്റാത്ത ആ സാധനം, ഒരു വികാരവും ഇല്ലാത്ത ആ സാധനം. അതാണ് ഏറ്റവും സൂക്ഷ്മമായത്. അപ്പോൾ അതെന്തിലുണ്ട്? ബാക്കി എല്ലാറ്റിലും അതുണ്ട്. എല്ലാ മഹത്തത്വങ്ങളെക്കാളും മഹത്താണ് പരബ്രഹ്മം. എല്ലാ തത്വങ്ങളും, ശാസ്ത്ര തത്വങ്ങളെ കാട്ടിയും മഹത്വരമായിട്ടുള്ള ശാസ്ത്രം ഏതാണോ അതാണ് പരബ്രഹ്മം. അദ്ദേഹത്തെക്കാളും മഹത്വമാർന്നത് ഒന്നുമില്ല. അതിനെക്കാട്ടി മഹത്വമുള്ള വേറൊന്നും ഈ ലോകത്തിൽ ഇല്ല. അതിനാൽ പ്രളയ സമയത്ത് അത് എല്ലാറ്റിനെയും തൻ്റെ ഉള്ളിൽ ലയിപ്പിക്കുന്നു. അത്തരം മഹത്തരമായതായത് കൊണ്ടാണ് പ്രളയ സമയത്ത് ഈ എല്ലാ വസ്തുക്കളെയും അത് അതിലേക്ക് ലയിപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ പരമേശ്വരനിൽ വ്യാപിച്ചിരിക്കുന്നു. അത് നിരാകാര രൂപത്തിൽ വിശ്വം മുഴുവൻ വ്യാപിച്ചു. അത് നിരാകാരമായി, അതിന് രൂപവും ഭാവമൊന്നും ഒരു ഷേപ്പും ഇല്ല. അതിനെയാണ് നമ്മൾ ബ്രഹ്മത്തിനല്ലെങ്കിൽ വേദങ്ങളിൽ ബ്രഹ്മത്തിനൊരു വിഗ്രഹമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഓച്ചിറയിൽ തന്നെ പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ വെച്ചിരിക്കുന്ന ആ ഒരു ആശയം ഉൾക്കൊണ്ടു തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിനെ കൊണ്ടിട്ട് ശിവന്റെ ഇതിൽ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ശിവൻ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ദേവതകളാണ്, നമ്മളെപ്പോലെയുള്ള കക്ഷികളാണ്, 33 കോടി സംഗതികളാണ്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ജനനമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലെങ്കിൽ ഇങ്ങനെ ജനിച്ച് പട്ടിയായിട്ടും പൂച്ചയായിട്ടും എല്ലാത്തിലും ജനിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കേണ്ടി വരും, ഈ ബോധം തെളിയുന്നത് വരെ. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിച്ചോളുക. ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിംബത്തിൻ്റെ പിന്നാലെ ഒന്നും നടക്കില്ല, ഒരു പൂജയും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെയാണ് ബ്രഹ്മം. പിന്നെ എന്നെക്കാട്ടിയും വലുതാര്? എന്നെക്കാട്ടിയും ചെറുതും ആരുമില്ല, എന്നെക്കാട്ടിയും വിലപ്പും ആരുമില്ല. എനിക്കാരെ തൊട്ടാൽ അശുദ്ധി ആവുമില്ല. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവരൊന്നും ഇല്ല. ആ അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ആരെയും പൂജിക്കാനും നടക്കുന്ന ഒന്നുമില്ല. ഞാൻ തന്നെ ബ്രഹ്മമാണ്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്ന? എൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന അതാണ്. പിന്നെ ഞാനങ്ങനെ പോയി കൊടുത്താൽ മതിയല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. പറ്റുമോ? പറ്റൂല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജനിച്ച് മരിച്ച് പല യോനികളിലും, പക്ഷിയെങ്കിൽ പൂച്ചേൻ്റെ എല്ലാം യോനികളിൽ ജനിച്ചിട്ട്, കഴുതേൻ്റെ എല്ലാം യോനികളിൽ ജനിച്ചിട്ട് ഇങ്ങനെ ജനിച്ച് മരിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഈ തത്വം മനസ്സിലാക്കാത്ത എളുപ്പമല്ലെന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമോ? കൊള്ളാം. ഇന്നത്തെ ആത്മീയവാദികൾ മുഴുവൻ മതവും ജാതിയെല്ലാം പറഞ്ഞിട്ട് തമ്മിൽ നടക്കുകയാണ്. ഇത് ആത്മീയം എന്ന് പറഞ്ഞ് നടക്കുന്നത്, നമ്മൾ സനാതന ധർമ്മം എന്നും പറഞ്ഞ് നടക്കുന്നവർ ചെയ്യുന്ന എന്താണെന്നൊന്ന് ചിന്തിച്ചു പോകും. അപ്പം ആർക്കാണിത് പറ്റുക? അതിൽ നിന്നെല്ലാം വിട്ട് അവൻ ശാന്തമായിട്ട് വരുന്നിരുന്നിട്ട് ഇവന്മാരെല്ലാം കാട്ടുന്ന മണ്ടത്തരാണെന്ന് വിചാരിച്ച് അവൻ്റെ നിലയിലങ്ങ് പോകും. ആ അവസ്ഥയിലെത്തണം. ഇനി 10 ഹിരണ്യവർഗത്തേക്കാൾ എല്ലാ തരത്തിലും അത്യന്തം ഉത്കൃഷ്ടമായത് ആ പരബ്രഹ്മ പരമാത്മാവാണ്.
ഹിരണ്യഗർഭത്തേക്കാൾ ആദ്യമുണ്ടായ ആ ഒരു ബിന്ദു, അതിൽ നിന്നാണല്ലോ പ്രപഞ്ചമുണ്ടായത്. അതിനെക്കാട്ടി ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. പരബ്രഹ്മമാണ്, ആകാരരഹിതനാണ്, അതിന് ഒരു രൂപവും ഭാവവുമില്ല, വികാരശൂന്യനാണ്, ഈ വികാരങ്ങളൊന്നുമില്ല. ഞാൻ, എൻ്റെ ആള്, എൻ്റെ പ്രവാചകൻ എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈശ്വരന് പ്രവാചകന്മാരെ എല്ലാം ശിഷ്യന്മാരെ വെച്ചിരിക്കുകയാണ്. മന്ത്രിമാർക്ക് ഉണ്ടാവുമല്ലോ കുറെ അവരെ, അതുമാതിരി ഈശ്വരന് പ്രവാചകന്മാർ. ഇങ്ങനെ കൃത്യമായ ബ്രഹ്മമാണ് ഇതെല്ലാം ഉണ്ട്. അത് സ്വയം എന്ത് ചെയ്യാൻ തൽപരരാണ്. അത് തന്നെയാണ് ഞാനായിട്ട് ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ വേറൊരു പ്രവാചകൻ? ചിന്തിച്ചു നോക്ക്, എന്തിനാ എനിക്കൊരു പ്രവാചകൻ? ഞാൻ അത്ര ദുർബലനാണോ? കാരണം എല്ലാത്തിൻ്റെ ഉള്ളിലും അവൻ തന്നെ, ആ ശക്തി തന്നെയാണുള്ളത്. എല്ലാവരെ കൊണ്ട് ജയിപ്പിക്കുന്നതും ആ ശക്തി തന്നെയാണ്. പിന്നെ വേറൊരാളുടെ ആവശ്യം എന്താണ്? ഞാനായി മാറിയതും എന്നിനുള്ളിലൂടെ ഇരിക്കുന്നതും ആ ശക്തി തന്നെയാണെങ്കിൽ പിന്നെ വേറൊരു പ്രവാചകനിലൂടെ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ലോകത്തിലുള്ള ഏറ്റവും താഴെ വിവരമില്ലാത്ത കക്ഷി പോലും ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്നതും അവൻ തന്നെയാണ്. അപ്പം പിന്നെ അവനെ ഉപദേശിക്കാൻ വേറൊരു ബ്രഹ്മം വരേണ്ട ആവശ്യമില്ല, ഒരു പ്രവാചകന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം തെറ്റായ ധാരണകളാണ്. ആ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ മരണത്തെ മറികടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ജനിച്ച് ഓരോ കാലത്ത് ഒരിക്കൽ ഹിന്ദു എന്നും പറഞ്ഞ് ജനിക്കും, അടുത്ത ജന്മത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ജനിക്കും, അടുത്ത ജന്മത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞ് ജനിക്കും, അടുത്ത ജന്മത്തിൽ സ്ത്രീ ആയിട്ട് ജനിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ജന്മത്തിൽ വരുമ്പോൾ മറ്റവനെ തെറി പറയും. ഇങ്ങനെ ജീവിതം കാട്ടിക്കൂട്ടും. വികാരശൂന്യനുമാണ്. ആ നിലയിൽ അദ്ദേഹത്തെ ആർ അറിയുന്നുവോ അദ്ദേഹം എന്താവുന്നു? അമരത്വം പ്രാപിക്കുന്നു, ജനന മരണത്തിൽ നിന്നും മുക്തി നേടുന്നു. ഇത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ അർത്ഥത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. അദ്ദേഹത്തെ അറിയാത്തവർ കൂടെ കൂടെ ദുഃഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കും. ഈ നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റേത്, എൻ്റെ ദൈവം, ഇത് മറ്റേത്, അത് മറ്റേൻ്റെ ദൈവം, ഇത് ആർത്തവുള്ള സ്ത്രീ, ഇത് ആർത്തവില്ല, ഇതിനെ തൊട്ടാൽ ഞാൻ അശുദ്ധിയായിപ്പം, ഇങ്ങനെയുള്ള അജ്ഞാനത്തിൽ പെട്ടുകൊണ്ട് ദുഃഖകരായിട്ട് ജീവിതം തൊലക്കും. കൂടെ കൂടെ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു. അതിനാൽ മനുഷ്യർ ദുഃഖത്തിൽ നിന്നും മുക്തമാകണം. അതിനെന്ത് വേണം? പരമാനന്ദ സ്വരൂപമായ, അത് പരമാനന്ദ സ്വരൂപമാണ്. ആ ബ്രഹ്മത്തിനെന്താണ്? ഒരു വിചാരങ്ങളും ഇല്ലാത്ത ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അതുപോലെ നമ്മളാകുമെന്നാണ്. നമ്മളെ മനസ്സും എന്താണ്? തുറന്ന പുസ്തകമാണ്. മുമ്പ് കാണുന്നതെല്ലാം ബ്രഹ്മം, ഒരു വകഭേദങ്ങളും ഇല്ല, എല്ലാം ബ്രഹ്മം. കുറച്ച് പാടാണ്, നമുക്കൊന്നും അത് പറ്റില്ല. അതുകൊണ്ട് വെറുതെ ആത്മീയം പറഞ്ഞ് നടക്കണ്ട, വെറുതെ സമയം കളയണ്ട. അവനവൻ്റെ ജോലി തീർത്തിട്ട് നമ്മൾ ജനിച്ചതിനൊരു കാരണമുണ്ട്, അത് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു കൊടുത്തേക്കുള്ളൂ. അപ്പം ഇതിൽ നിന്ന് മോചനം ലഭിക്കേണ്ടിക്ക് ആ പരമാനന്ദ സ്വരൂപമായ പരമാത്മാവിനെ പ്രാപിക്കുവാനായി അദ്ദേഹത്തെ ഈ നിലയിൽ അറിയണം. അപ്പോൾ ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവര് ഈ നിലയിൽ, അതായത് ആത്മീയതയിലേക്ക് തിരിയുന്നവര് ഈ നിലയിലെ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ആദ്യം വേണ്ടത് കാണുന്നവരെല്ലാം ഈ നമ്മളീ വിഭാഗീയ ചിന്തകൾ, ജാതിമത ചിന്തകൾ, വിഭാഗീയ ചിന്തകൾ, എല്ലാ മനുഷ്യരെ മൃഗങ്ങളെ എന്ന നിലയിൽ തന്നെ കാണരുത്. എല്ലാം ബ്രഹ്മം തന്നെ. ഓരോ കർമ്മം ചെയ്യാൻ അവനെ പട്ടിയായി ജനിപ്പിച്ചു, ആ ശക്തി പട്ടിയായി ജനിച്ചു. വേറൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പൂച്ചയായി ജനിച്ചു, വേറൊരു കർമ്മം ചെയ്യാനായിട്ട് പാമ്പായി ജനിച്ചു. അങ്ങനെ ഓരോ ആളും ഓരോ കർമ്മം ചെയ്യാനായിട്ട് അത് തന്നെയാണ് ആ രൂപത്തിൽ വന്നിരിക്കുന്നത് എന്നൊരു വിശാലമായ ചിന്താഗതി ഉണ്ടാകുമ്പോൾ അദ്വൈതമല്ല,
അദ്വൈതമായ ദ്വയമല്ല അദ്വൈതമായ അവസ്ഥയിലേക്ക് നമ്മളെ ചിന്താഗതികൾ വളരണം. അതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഒരു സംഗതിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. എങ്കിലേ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. അതാണ് ആത്മീയതയിലേക്കുള്ള വഴി.